നമസ്കാരം. ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ഫേസ്ബുക്കിലും ന്യൂസിലും കണ്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇതിൻ്റെ പുറകെ മലയാളികളുടെ പൊങ്കാല 100% ലാലേട്ടൻ ഉണ്ടായിരിക്കുന്നുള്ളത്. ലാലേട്ടൻ്റെ പരിപാടി വെച്ചാൽ എന്തെങ്കിലും പരിപാടി സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൊങ്കാല അതിൻ്റെ പുറകെ ഒഴുക്കി വരും. പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ പുള്ളി ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു കേസിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഏതാണെന്നുണ്ടെങ്കിലും ഈ ലാലേട്ടൻ്റെ ഈ എയർപോർട്ടിലൂടെയുള്ള വരവും സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റിയും ആ ഒരു വരവും എല്ലാം എന്താ പറയുക സ്വാഗ് അല്ലേ, ഇതൊക്കെ കണ്ട സമയത്ത് ഒരുപാട് പേർക്ക് കുരു പൊട്ടി കമൻറ്റ് ബോക്സിൽ മെഴുകി. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ്. നമ്മൾ സംസാരിക്കുന്നത് വയനാടിനെ കുറിച്ചാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു 2-3 വീഡിയോ ചെയ്തതിന് ശേഷം രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും വയനാടിന് ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ടോപ്പിക്സ് എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ ന്യൂസിലൂടെയൊക്കെ എല്ലാവരും എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, എന്നെപ്പോലെ വിഷമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് നമ്മൾ ഇപ്പോൾ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയണ്ട എന്നുള്ള കണ്ടീഷനിൽ ചെയ്യുക. റീസൺ എന്താ പറയാൻ കാരണം അറിയോ? ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതിലിടയ്ക്ക് പോസ്റ്റ് ഇട്ട് കണ്ടു. ഞാൻ ലാലേട്ടൻ്റെ വിഷയത്തേക്ക് വരുന്നതിന് മുന്നേ ചെറിയ കാര്യം പെട്ടെന്ന് ഓർത്തപ്പോൾ പറയാം കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കണ്ടു. അവർ ഇങ്ങനെ എത്ര രൂപ കൊടുത്തു എന്ന്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്, ഗ്രേറ്റ് അല്ലേ, ഭയങ്കര സംഭവം അവർ കൊടുത്തത്. പക്ഷേ അതിൽ പിന്നെ ഇപ്പോൾ ആസിഫ് അലിയുടെ ഒരു പോസ്റ്റ് കണ്ടു. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചെന്ന് അറിയില്ല. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആസിഫ് അലി എന്താണ് CMDRFിലേക്ക് കൊടുത്തതെന്നുള്ള ആ അമൗണ്ട് കൊടുത്തത് കൊണ്ട് ആസിഫ് അലി ബ്ലാക്ക് ഔട്ട് ചെയ്തു. അതായത് പിന്നെ എന്താണ് ആസിഫ് കൊടുത്തതെന്നുള്ളത് പടച്ചോനറിയാം. പിന്നെ കൊടുത്ത ആസിഫിനെ അറിയാം, കിട്ടിയവർക്ക് അറിയാം, ഭഗവാൻ പടച്ചോനെ അറിയാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ആസിഫ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് എ ഗുഡ് ജസ്റ്റർ. അത് പക്ഷേ ഈ പേര് ഇങ്ങനെ കാണിക്കുന്നവർക്ക് പ്രശ്നമില്ലാത്ത സ്റ്റേറ്റസ് ഇടുന്നത് അതിലേറെ ഒന്നും കൂടി സൂപ്പർ. എന്താ വെച്ചാൽ എന്ത് കൊടുത്തു, എവിടെ കൊടുത്തു, എത്ര കൊടുത്തു എന്നുള്ളത് അവിടെ ഒരു പറയാത്തൊരു സിറ്റുവേഷനിൽ അതാണ് ആസിഫിൻ്റെ സംഭവം കണ്ടിട്ടോ. കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ തെറിവിളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ആ ഒരു ഹൈറ്റിലേക്ക് എത്തുന്ന അപ്പോൾ തന്നെയാണ് ലാലേട്ടൻ അവിടെ സന്ദർശിച്ചത്. അപ്പോൾ സന്ദർശിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും പുള്ളി മിലിറ്ററി വേഷത്തിലാണ്, ആ മിലിറ്ററി യൂണിഫോമിലാണ് പുള്ളി പോയത്. ഇസ് ലെഫ്റ്റനൻറ്റ് കേണൽ അല്ലേ. പുള്ളി ആ ഒരു ഇതിലാണ് പോയ സമയത്ത് അതിനും അതെ എന്തിനാണ് ആ വേഷത്തിൽ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ കണ്ട സമയത്ത് സീരിയസ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നെയാണ് ലാലേട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ടേഴ്സിൻ്റെ മുന്നിലെത്തി സംസാരിച്ച സമയത്ത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. വിശ്വശാന്തി ഫൗണ്ടേഷൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 2015 ബൈ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ, ആക്ടർ ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റെപ്യൂട്ട്. ദി ഫൗണ്ടേഷൻ വാസ് നെയിംഡ് ആഫ്റ്റർ ദ ബിലവഡ് പാരൻസ്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് ലേറ്റ് വിശ്വനാഥൻ നായർ, പിന്നെ ലാലേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയറിൽ, സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇടുക്കി ഇനീഷ്യേറ്റീവ്, ദിശ 10-day ട്രെയിനിങ് പ്രോസസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അതിൽ അപ്പോൾ അവർ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് റീബിൽഡ് വയനാട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന് അവർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ തുടക്കം കുറിച്ചതിന് ഇതായിട്ട് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ലാലേട്ടൻ 3 കോടി രൂപയാണ് വയനാടിന് വേണ്ടിയിട്ട്, 3 കോടിയുടെ പ്രോജക്റ്റാണ്, 3 കോടി രൂപയോളം വില വരുന്ന പ്രോജക്റ്റാണ് ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ ഞാൻ വെക്കാൻ ഇവിടെ ലാലേട്ടൻ്റെ മീഡിയനോട് പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം 3 കോടിയോളം വരുന്ന പ്രോജക്റ്റാണ് വയനാടിന് വേണ്ടിയിട്ട്. മലയാളികൾ ഇപ്പോൾ ലാലേട്ടൻ മാത്രമല്ല, മലയാളികൾ ഇപ്പോൾ അതിന് 1 രൂപ കൊടുക്കുന്ന ആളാണെങ്കിലും ഇറ്റ്സ് എ ബിഗ് തിങ് കേട്ടോ. 3 കോടിയോ 4 കോടിയോ എന്നുള്ളതല്ല, എന്ത് കൊടുക്കണു എന്നുള്ളൊരു സംഭവം നമ്മൾ ആ കൊടുക്കാൻ കാണിക്കുന്ന മനസ്സാണ്. അത് പിന്നെ ഇപ്പോൾ പൈസയുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും സഹായം വേറെ ഭയങ്കരമാണ്. കാശുകൊണ്ട് സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ അവിടെ ചെന്നിട്ട് ഈ വോളണ്ടിയേഴ്സൊക്കെ കാണുന്ന സമയത്ത് എസ്പെഷ്യലി അവർ റെസ്ക്യൂ ഓപ്പറേഷൻ അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബോഡി റിക്കവർ ചെയ്യുക. ഞാൻ ആ വിഷ്വൽസ് ഒന്നും നമുക്ക് യൂട്യൂബിലും കയറി വെക്കാൻ പറ്റില്ല. നിങ്ങൾ ട്വിറ്ററിലൊന്ന് കയറി നോക്കണം കേട്ടോ. നിങ്ങൾ ട്വിറ്റർ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എക്സില്ലേ, പഴയ എക്സിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് നിങ്ങൾക്ക് അങ്ങനത്തെ വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ടല്ല, കാണാൻ വേണ്ടി പറയല്ല. പക്ഷേ നമ്മളത് കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എന്തൊക്കെ എഫേർട്ടാണ് ഈ അവിടെ ചെന്നിട്ടുള്ള ആൾക്കാർ എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാവും. കാരണം ആ ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് മ്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, അഴുകിയ ഒന്നുമില്ലാത്ത മൃതദേഹങ്ങൾ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. എന്തല്ലേ ആൾക്കാർ കാണാണ്ടായിട്ടുള്ളൊരവസ്ഥ. മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ജീവനോടെ ഉണ്ടോ എന്നറിയാത്തൊരു സിറ്റുവേഷൻ തന്നെ ഭയങ്കര ഹൊറിബിളാണ് അല്ലേ. ഞാൻ പറഞ്ഞ് ഡിവിയേറ്റ് ചെയ്ത് പോവുകയല്ല, പക്ഷേ സംസാരിക്കുന്ന സമയത്ത് ഓർത്ത് പോവുക. മൃഗങ്ങളുടെ കേസ്,
ഇപ്പം ഇന്നൊരു സംഗതി ഉണ്ട്, ഞാൻ ഈ പശുവിൻ്റെ അകിടിൽ പാല് നിറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്നൊരു പശുവിന് പാല് കറന്ന് പുറത്തേക്ക് കളയുകയാണ് അവർ, ആ പാല് കറന്ന് കളയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ കണ്ട സമയത്ത് തന്നെ അതിൻ്റെ ഇടയിൽ കമൻസ് നോക്കുമ്പോൾ നമുക്ക് ഈ ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുക. ഇനി ലാലേട്ടൻ്റെ ടോപ്പിക്ക് തിരിച്ചു വരാട്ടോ, പക്ഷേ പെട്ടെന്ന് ഓർത്തോ പറയണേ. അപ്പോൾ പാല് കറക്കുന്ന സമയത്ത് ഈ പാല് പുറത്തേക്ക് കറന്ന് കളയണം ഇവർ. കറന്ന് കളയുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻസ് കണ്ടു, ആർക്കെങ്കിലും ഉപയോഗിച്ചൂടെ പാല് എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചത്തെറി പറയുന്നു കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ കെട്ടിക്കിടക്കുന്ന പാല് ഉപയോഗിക്കാൻ പാടില്ല. എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ട സമയത്ത് ഞാനങ്ങനെ ചിന്തിച്ചില്ല, എന്തിനാ കറന്ന് കളയുന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു മൃഗത്തിൻ്റെ വേദന എന്നുള്ള കണ്ടീഷനാണ് അതിനെ കണ്ടത്. പക്ഷേ ചില ആൾക്കാർ അതിനെ നോക്കുന്ന ആംഗിൾ ഇങ്ങനെയാണ്, എന്തിനാ അത് കളഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ അടിയിൽ എഴുതിയിരിക്കുകയാണ്. അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് കളയുക എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല ആ പാല് എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് നോർത്ത് ഇന്ത്യൻസ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പശുവിനെ പീഡിപ്പിക്കുന്നു, പശുവിനെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി വരും. നിങ്ങൾ ഇന്നലെ കണ്ടോറില്ല, ഒരു ബോഡീൻ്റെ അടിയിൽ ഒരാൾ എഴുതിയിട്ടുള്ളത്, നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ടിൽ കാണുന്നത്, ഈ വഹി വയനാട് ജഹാ റോഡ് पर गायें काटी जाती है, പ്രകൃതി പൂര വയനാടൊക്കെ തബാ കരുതി. അതായത് അവിടെയാണ് ഇതേ വയനാടാണ്. ആ ഫോട്ടോ എനിക്കവിടെ വയ്ക്കാൻ വയ്യ. അതായത് ഇവിടെയാണ് പശുക്കളെ പിന്നെ അറുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിരുന്നു. മലപ്പുറത്തിൻ്റെ സംഭവമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ലാലേട്ടൻ്റെ ഇഷ്യൂ. അപ്പോൾ ലാലേട്ടൻ്റെ സംഭവം ഇഷ്യൂ അല്ല, ലാലേട്ടനെ സംബന്ധിച്ചാൽ 3 കോടി രൂപ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സങ്കടകരമായ കാര്യമാണ് അത്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യാപ്തി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ. ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ. ഇനി കമ്മിങ് ടു ദ കമൻറ്റ് പാർട്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കി ഞാൻ അവരുടെ പ്രൊഫൈൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. ബട്ട് ദർ ആർ പീപ്പിൾ ഹു തിങ്ക് ലൈക്ക് ദിസ്. ഇതുപോലെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, അതായത് രാജ്യത്തിൻ്റെ വില കളയും ഇങ്ങനെയുള്ള കിഴങ്ങന്മാരും മിലിറ്ററിക്കാരും സെക്യൂരിറ്റിന്ന് എന്താ ചെയ്യുക. പിന്നെ അനുപമ നാരായണൻ, ഇവർ പല സ്ഥലത്തും ഇതുപോലെ വളരെ വിദ്വേഷമായിട്ടുള്ള കമൻറ്റുകൾ, ഇവർ ആരാന്നുള്ളത് അറിയില്ല, ഇവർ വളരെ വിദ്വേഷ രീതിയിലുള്ള കമൻസ് ഒരുപാട് സ്ഥലത്തിട്ട് കണ്ടു. ഇഫ് ഈസ് എ കേണൽ ഹി ഷുഡ് ബി പ്രൊട്ടക്റ്റിംഗ് ദ പബ്ലിക് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പെക്ടിങ് പ്രൊട്ടക്ഷൻ ഫോർ ഹിംസെൽഫ്. അത് കേണലാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടത്. എന്താണ് പറയുന്നത്? ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഇത് ഒരു സെൻസ് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ കമൻറ്റിൽ എഴുതാന്ന് പറഞ്ഞാൽ, someone made a comment defending Mohanlal being a colonel. We have colonels too, but they don't walk through airports expecting protection. They protect the public. We call them the National Guard to keep peace. ഇനി അതിന് മറുപടിയല്ല. മോഹൻലാൽ കോഴിക്കോടുള്ള 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് കൂടെയുള്ളത്. CISF അല്ല. വയനാട്ടിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യാൻ ഏറ്റവും മുന്നിലുള്ളത് ഈ ഒരു യൂണിറ്റാണ്. മോഹൻലാൽ വയനാട് സന്ദർശിക്കുന്നത് ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ ആയിട്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്യുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമാണ് മോഹൻലാൽ. അവരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അല്ലാതെ സിനിമാ നടൻ മോഹൻലാലിനുള്ള പ്രൊട്ടക്ഷൻ അല്ല. കണ്ടോ ആൾക്കാർ, ഇയാളാരാ പ്രധാനമന്ത്രിയോ? വൈ ടു ദ ഗവൺമെൻറ് കീപ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു ഹിം? ഈ ജസ്റ്റ് എൻ ആക്ടർ, നോട്ട് എ ബിഗ് ഓഫീസർ. എന്തിനാണ് ഈ ഫോഴ്സ് പുറകെ പോകുന്നത്? ആരാ? രാഷ്ട്രപതിയോ? ആവി പോയിട്ട് എന്നാ ഒലത്താനാണ്? എന്താ ഒലത്തിയെന്ന് കണ്ടില്ലേ? 3 കോടിയുടെ പരിപാടിയാണ് രാജു സുദർശൻ. എന്തോ ഒലത്താനാന്ന് ചോദിച്ചു. എന്താ ഒലത്തിയെന്നുള്ളത് മനസ്സിലായിണ്ടാവില്ലേ? പിന്നെ അടുത്തത് ഇവനൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാ? അത് മനസ്സിലായി. അതിനുള്ള മറുപടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ ഇത്രയും നേരം കമൻ്റ് ഇട്ട ആൾക്കാർ എവിടെ പോയി എന്നുള്ളത്. എന്താണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലാലേട്ടൻ 3 കോടി കൊടുത്തുകൊണ്ട് ഭയങ്കര സംഭവമായി എന്നല്ല. പക്ഷേ ലാലേട്ടൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലാലേട്ടൻ മമ്മൂക്ക ഫാൻ ഫൈറ്റ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പം നമ്മളും ചില സാഹചര്യങ്ങളിൽ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട്. ചില കാര്യം വിമർശിക്കല്ല, നമുക്ക് കാണുന്ന സമയം സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ദിസ് കേസ് ഇസ് ലൈക്ക് ഇതൊന്നും അനാവശ്യമായിട്ടുള്ളതാണ് പുള്ളിനെ ആദ്യം രാവിലെ ഒന്ന് പറയട്ടെ. പക്ഷേ അതൊക്കെ തെറ്റിക്കുറിച്ച് ഇനിയിപ്പോൾ അതിനാർക്കൊന്നും മറുപടി പറയാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ.